എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കന്നഡ, തമിഴ്, മലയാളം ഈ മൂന്ന് ഭാഷകളിലെയും സ്വരാക്ഷരങ്ങളെ പറ്റി ഒരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമിഴ് പഠിക്കാൻ വന്നവരായാലും കന്നഡ പഠിക്കാൻ വന്നവരായാലും മലയാളം പഠിക്കാൻ വന്നവരായാലും എല്ലാവർക്കും ഒരേപോലെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആകെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോഴേക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കന്നഡ അക്ഷരങ്ങൾ എഴുതാം കേട്ടോ. കന്നഡ സ്വരാക്ഷരങ്ങൾ ആ ഇങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ആ എഴുതേണ്ടത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. ഇനി ഈ എഴുതേണ്ടത് ഇതാ ഇങ്ങനെയാണ്. അടുത്ത ഈ എഴുതുമ്പോഴേക്കും ഒരു മുട്ട പോലെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെയാണ് ഈ എഴുതേണ്ടത്. അതേപോലെ തന്നെ ഊ എഴുതുമ്പോഴേക്കും ഇതാ ഇങ്ങനെയാണ് ഊ. ഇനി അടുത്ത ഊ എഴുതുമ്പോൾ സാധാരണ ഊ എഴുതിയ പോലെ തന്നെ വന്നിട്ട് താഴോട്ടൊരു ചുറ്റിക്കെട്ടും കൂടെ വരും. ഇതാണ് ഊ വരുന്നത്. അടുത്ത നമുക്ക് ഇറുണ്ട്. ഇറു എഴുതാനായിട്ട് ഇതാ ഇങ്ങനെ ഇട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇത്ര ഇടണം, ഇറു. കന്നഡയുടെ സ്വരാക്ഷരങ്ങൾ പഠിപ്പിച്ചേക്കുന്ന വീഡിയോയിൽ നമ്മൾ ഇറു കഴിഞ്ഞിട്ട് ഇറു എന്നൊരു അക്ഷരം എഴുതിയായിരുന്നു. ആ അക്ഷരം നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇപ്പോഴേക്കും, അതുകൊണ്ട് തന്നെ ഇവിടെ അത് എഴുതുന്നില്ല. ഇറു കഴിഞ്ഞിട്ട് എ ആണ്. എ എഴുതേണ്ടത് ഇതാ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ. അടുത്ത എ എഴുതുമ്പോഴേക്കും എ പോലെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇടണം. അടുത്ത ഐ എഴുതാൻ എളുപ്പമാണ്. എ എഴുതിയ പോലെ വന്നിട്ട് മേലെ നിന്ന് രണ്ട് ചുറ്റിക്കെട്ട് ഇങ്ങോട്ട് വരും, ഐ. ഇനി ഓ ഉണ്ട്. കന്നഡയിലെ ഓ എഴുതാനായിട്ട് ഇതാ ഇത്ര ഇട്ടാൽ മതി. ഇത് മുകളിലോട്ട് പോകണ്ട, മുകളിലോട്ട് പോയാൽ അത് ബാ ആയിട്ട് മാറും. അടുത്ത ഓ എഴുതാനായിട്ട് ഇത്ര ഇട്ടിട്ട് നമ്മൾ ദാ ഇങ്ങനെ ഇടണം. ഇനി ഔ എഴുതാനായിട്ട് ഓ ഇട്ടിട്ട് ദാ ഇങ്ങനെ ഒരു ചിഹ്നം ഇടണം, ഔ. ഇനി അം എഴുതാനായിട്ട് മലയാളത്തിലെ പോലെ തന്നെ ആ എഴുതിയിട്ടൊരു വട്ടമാണ് ഇടേണ്ടത്. അടുത്ത ആ എഴുതാനായിട്ട് ആ ഇട്ടിട്ട് ദാ ഇങ്ങനെ രണ്ട് കുത്തിടണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തത് തമിഴ് അക്ഷരങ്ങൾ എഴുതാം. അപ്പോൾ തമിഴിൽ ഇത്രയും അക്ഷരങ്ങളില്ല, ഉള്ളത് നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ തമിഴിലെ ആ എഴുതാനായിട്ട് ഇതാ ഇങ്ങനെയാണ് തമിഴിലെ ആ എഴുതുമ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം ചുറ്റിക്കെട്ട് ഇടണം അകത്തോട്ട്. ഇനി ഈ എഴുതുമ്പോൾ ഇത് ഇങ്ങനെ ആ എഴുതിയ പോലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇടണം. അടുത്ത ഈ എളുപ്പമാണ്, ജസ്റ്റ് ഇത് ഇങ്ങനെ ഇട്ടിട്ട് തമിഴിലെ ദീർഘം പോലെ വന്നിട്ട് രണ്ട് കുത്തിട്ടാൽ മതി. ആ ഇ. ഇനി ഊ മലയാളത്തിലെ ഊ പോലെ സിമിലറാണ് ഊ. അടുത്ത ഊ എഴുതാനായിട്ട് ഊ ഇച്ചിരി നീട്ടിയിട്ടിട്ട് അതിനകത്ത് ഇത് ഇങ്ങനെ ഒരു അക്ഷരം വരണം. തമിഴിലെ ള എന്ന അക്ഷരമാണ്, ഊവിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഊ എന്ന് വായിക്കും. അതുപോലെ ഇറു എന്ന അക്ഷരം തമിഴിലില്ല. എ ഉണ്ട്. എ എഴുതാനായിട്ട് ഇതാ ഇങ്ങനെയാണ്. അടുത്ത എ എഴുതാനായിട്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചരിവ് വരണം, എ. ഇനി ഐ ഉണ്ട്. ഐ എഴുതാനായിട്ട് മലയാളത്തിലെ ജാ പോലെയൊക്കെ തന്നെ വരും. അടുത്ത ഓ ഉണ്ട് തമിഴിൽ. ഓ മലയാളത്തിലെ ഓയുമായിട്ട് ഏകദേശം സിമിലറാണ്, ഇങ്ങനെ വരണം. അടുത്ത ഓ എഴുതാനായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അകത്തോട്ടൊരു ചുറ്റിക്കെട്ട് വരുമെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ചുറ്റിക്കെട്ട് വന്നു, ഇവിടെ ചുറ്റിക്കെട്ടില്ല, ഓ. ഇനി ഔ എഴുതാനായിട്ട് നമ്മൾ ഓ എഴുതിയ പോലെ എഴുതിയിട്ട് നമ്മൾ ഊവിനിട്ട പോലെ ആ ളായുടെ ചിഹ്നം ഊവിൻ്റെ ഊന്നിട്ട ചിഹ്നം ഇടും. അടുത്ത അമ്മും ആയും തമിഴിൽ ഇല്ല. ഇനി നമുക്ക് മലയാളത്തിലെ ആയും കൂടെ ഇതിൻ്റെ കൂടെ എഴുതാം. മലയാളത്തിലെ ആ ഇതിങ്ങനെയാണ്, ആ. ഇത് ആയാണ്. ഈ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത ഈ എഴുതാനായിട്ട് ഈ എഴുതിയിട്ട് ഇങ്ങനൊരു ചിഹ്നം ഇടണം. അടുത്തത് ഊ ആണ്. ഊ മലയാളത്തിലും തമിഴിലും ഒരേപോലെ തന്നെയാണ്. അടുത്ത ഊ എഴുതാനായിട്ട് ഊ എഴുതാൻ നമുക്ക് ഇത് കൺഫ്യൂഷൻ ആവരുത്, ഇതിൻ്റെ താഴെ എഴുതാം. ഇങ്ങനെ ഊ ഇട്ടിട്ട് ഇങ്ങനെയാണ് ചിഹ്നം ഇടേണ്ടത്. ഇത്ര നീളം വരണ്ട, ഊ ഇട്ടിട്ട് ഈ ഒരു ചിഹ്നം വന്നാൽ മതി, ഊ. ഇനി ഇറു എന്ന അക്ഷരം തമിഴിലല്ല മലയാളത്തിലുണ്ട്. അടുത്ത എ ആണ്. എ എഴുതേണ്ടത് ദാ ഇങ്ങനെയാണ്. അടുത്ത എ എഴുതേണ്ടത് ദാ ഇങ്ങനെ ആണ്. ഐ എന്ന അക്ഷരവും മലയാളത്തിലുണ്ട്, ഐ. അതേപോലെ ഇത് ഓയാണ്. ഇത് ഓയാണ്. ഓ ഇട്ടിട്ട് ദീർഘം ഇട്ടാൽ മതി. അടുത്ത ഔ ഇടാനായിട്ട് ഓ ഇട്ടിട്ട് ദാ ഇവിടെ ഇട്ട ചിഹ്നം, ഔ. അതേപോലെ അം. ഇനി ആ ഇട്ടിട്ട് ഇവിടെയും രണ്ട് കുത്തിടും. അപ്പോൾ ഇത്രേ ഉള്ളൂ തമിഴിലും കന്നഡയിലും മലയാളത്തിലും സ്വരാക്ഷരങ്ങൾ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തമിഴിൽ ഇറു എന്ന അക്ഷരവും ആ എന്ന അക്ഷരമൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ കാര്യത്തിലും തമിഴിലെ അക്ഷരങ്ങളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ തമിഴ് പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക, കാരണം അവരും കൂടെ ഈ ഭാഷകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവുക. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.